ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. സംഭവം ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ പറഞ്ഞിട്ടില്ല, നമുക്കങ്ങനെ കൂടുതലായിട്ട് വെറൈറ്റി ആയിട്ട് പരിപാടിയൊന്നുമില്ല, സാധാരണ എന്താണോ അത് തന്നെ. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ഒന്ന് രണ്ട് പരിപാടികളുണ്ടായിരുന്നു കേട്ടോ പുറത്ത്. അങ്ങനെ പോയ സമയത്ത് ഭയങ്കര മഴയായിരുന്നു. ഇന്ന് രാവിലെ മുതലേ മഴയായതുകൊണ്ട് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡാട്ടോ. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോണ സമയത്തും നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനത് എടുക്കാൻ മറന്നുപോയി. ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കുക എന്നുള്ള ഓർമ്മ എനിക്ക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് മറന്നുപോയി. പിന്നെ നമ്മളെ ബേബി നല്ല ഉറക്കത്തിലാട്ടോ, നല്ല തണുപ്പുള്ള അറ്റ്മോസ്ഫിയർ അല്ലേ. അങ്ങനെ ആൾ രാവിലെ എഴുന്നേറ്റ് ഓൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും കിടന്നുറങ്ങി. ഞാനങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് സെറ്റപ്പായിരിക്കുകയാണ്, വേറെ പരിപാടിയൊന്നുമില്ലല്ലോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് കുട്ടികൾ എന്തോ സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു കുറുക്കുറും സിപ്പപ്പൊക്കെ തന്നിട്ട് സോനപ്പിറ്റ് അവിടെ നിന്ന് പോയി ഓല പരിപാടിക്ക് പോയി. അപ്പോൾ മൂപ്പി അവിടെ കുട്ടികളെ ബുക്ക് പൊതിയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ട് കുട്ടികൾക്ക് ക്രാഫ്റ്റ് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ഐഷും അതുപോലെ തന്നെ ഷെജും എൻ്റെ ക്രാഫ്റ്റിന് വിധേയമായിട്ട് ഇന്ന് കുടുങ്ങി അവിടെ ഇരിക്കുകയായിരുന്നു. ഞാൻ പലതും ചെയ്തു നോക്കി, പക്ഷേ പണ്ടത്തെ ഒരു കഴിവ് എനിക്കിപ്പോൾ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഷെജു പറഞ്ഞു ഭയങ്കര ചൂടാണ് ഈ മഴത്തെന്ന് പറഞ്ഞാൽ ആളെ ടീഷർട്ടൊക്കെ ഊരിലെടുത്തിട്ടോ ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആകെ കുടുങ്ങി കിടക്കുകയാണ്. അങ്ങോട്ടും വലിക്കാനില്ല ഇങ്ങോട്ടും വലിക്കാനില്ല. അവസാനം എങ്ങനെയൊക്കെയോ ഓളെ ടീഷർട്ട് സെറ്റപ്പ് ആക്കിയിട്ട് ആൾ സ്വതന്ത്രമായിട്ടോ. അങ്ങനെ ഞാൻ ഇനിയും കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എൻ്റെ ക്രാഫ്റ്റ് വർക്ക് തുടങ്ങുന്നുണ്ട്. ഐഷുവാണ് എനിക്ക് വീഡിയോ എടുത്തു തരുന്നത്. അപ്പോൾ ഇടയ്ക്കിട്ട് എന്തുണ്ട് ഓളെ കയ്യും കാലൊക്കെ കാണുന്നുണ്ടെങ്കിലും സംഭവം രസമായിരുന്നു. പിന്നെ അമ്മ അവിടെ നിസ്കരിക്കായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ പല സൗണ്ടുകൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഓൺ വോയിസ് തന്നെ കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചൊരു സംഭവം ഉണ്ടാക്കിയിട്ട് നമ്മൾ കോളുണ്ടല്ലോ അതുണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതിൽ നറുക്കുക, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇതെന്തോ ഞാൻ ഉദ്ദേശിച്ച പോലെ ആവുന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു ഞാൻ പെണ്ണോട് ഇതിലും വരക്കുക അത് വീഡിയോ എടുത്തു, ഞാനൊരു ക്രാഫ്റ്റ് ചെയ്യുന്ന ആളാണെന്ന് ആൾക്കാർ വിചാരിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ വീഡിയോസൊക്കെ എടുത്തു തരുന്നുണ്ട് കേട്ടോ. ആണ് ഇത് പഠിക്കേണ്ട ആൾ സോനപ്പയാണ്. സോനപ്പ ഇവിടെ ഫുൾ ക്രാഫ്റ്റാണ്. ഇവിടെ ഷെജു ഇതാ ഇവിടെ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നു. ഷെജു എന്താ ഉണ്ടാക്കണേ? ഏത് മറ്റേത്? അതെ മറ്റേ സാധനം ഉണ്ടാക്കാണ്. ഐഷു എന്താ ഉണ്ടാക്കണേ? ഐഷു വേറൊന്നില്ലേ? ഐഷു പല്ലാണിക്കൂ. അങ്ങനെ ഷെജുവിന് ഞാൻ വരച്ചു കൊടുക്കാൻ വേണ്ട ഷെജു പോസ് ചെയ്യണേ കേട്ടോ നിങ്ങളീ കാണുന്നത്. ഞാൻ പറയുന്നുണ്ട് പല്ല് കാണുകയും ചിരിക്കണം എന്നാലേ പല്ല് ഇതിൽ വരയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചുണ്ട് കാണണമെങ്കിൽ ചുണ്ട് കാണിക്കാൻ പറഞ്ഞിട്ടും കണ്ണ് വരയ്ക്കണമെങ്കിൽ കണ്ണ് കാണിക്കാൻ പറഞ്ഞിട്ടും അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളും അവയവങ്ങളും കാണിപ്പിച്ചിട്ട് ഞാൻ വരയ്ക്കാനാണ് ശ്രമിക്കുന്നത്. കണ്ണ് കാണിക്കാൻ പറഞ്ഞപ്പോൾ അത് സൂം ചെയ്യുന്നുണ്ട്, അഥവാ ഇനി കണ്ണ് കണ്ടിട്ടില്ലെങ്കിൽ വിചാരിച്ചിട്ട് കൃഷ്ണമണി പോലും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. കാരണം അത്രത്തോളം എൻ്റെ കഴിവിൽ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. പക്ഷെ എനിക്ക് കഴിവില്ല എന്നുള്ള കാര്യം മാത്രം അവൾക്ക് അറിയാത്തത് എൻ്റെ തെറ്റല്ലല്ലോ. അങ്ങനെ ഞാൻ വരക്കലൊക്കെ തുടങ്ങി അതിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. അത്രത്തോളം കഴിവുണ്ട് എനിക്ക് വരക്കലിൽ നിന്ന് ഞാൻ അവൾക്ക് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. അവസാനം ഓൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. എനിക്ക് കാര്യമായിട്ട് ഇതിൽ വലിയ പരിജ്ഞാനമില്ലാന്ന്. അതോടെ അവൾ ചുണ്ട് കാണിക്കാൻ പറഞ്ഞപ്പോൾ ചുണ്ട് കാണിച്ചു തരുന്നില്ല. ഇനി ആൻറ്റീനെ വരച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും അവൾ നോക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ നടന്നാലോ എന്ന്. പക്ഷെ ഒന്നും നടക്കില്ല എന്ന് ആക്കിനെ മനസ്സിലാക്കണം. ഞാൻ പല കാര്യങ്ങളും നോക്കിയിട്ട് ഞാൻ വരച്ച് ഫൈനലി നമ്മൾ സെറ്റായിട്ടുണ്ട്. പണ്ട് ചെറുപ്പത്തിൽ വരച്ച കലാവിരുതുകളൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ പറ്റിയിട്ടുണ്ട്. ഇനി കളറോട് കൊടുത്ത ഷെജു തന്നെ. അതിൻ്റെ ഇടയ്ക്ക് അവൾ ചോദിക്കണ്ടോളൂ ടീഷർട്ട് എവിടെയുള്ളൂ, പാൻറ്റ് എവിടെയുള്ളൂ, ട്രൗസർ എവിടെയെന്നുള്ളത് എല്ലാം ഞാൻ വരച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നിനും ഒരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല കേട്ടോ. ഫൈനലി ആ ക്രാഫ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ സോനുപ്പാൻ്റെ ബുക്ക് എടുത്തിട്ട് അതിലുള്ള ക്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അതേപോലെ വരയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. എത്രത്തോളം വര ശരിയാവുന്നൊന്നും എനിക്കറിയില്ല. ഇന്ന് എന്താ അറിയില്ല, ഇന്ന് കുട്ടികൾക്കും ഡ്രോയിങ് ആക്കാനൊരു പൂതിയപ്പോൾ അന്ന് അതാണ് വിചാരിച്ചു. അങ്ങനെ ഷെജുനും നല്ല ഹായ് ഹലോ എന്നുള്ള പരിപാടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓൾ ഹലോ ഗൈസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പഠിച്ച് കൊച്ച് കള്ളി. അങ്ങനെ ഫൈനലി ഞാൻ വരച്ച് അവസാനം ഷെജുൻ്റെ ഇപ്പം കൂടുതലെടുത്തിട്ടും ഫൈനലി ഞാനാണ് ഇത് വരച്ചത്. കണ്ടോ ഞാൻ വരച്ചു. പിന്നെ ആശുവിന് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വരച്ചു കൊടുക്കാൻ പറഞ്ഞു. അതൊക്കെ വരച്ച് കഴിഞ്ഞിട്ടും നമ്മൾ നേരെ ഇവിടെ പോയി കിച്ചണിൽ പോയി. അപ്പോൾ ഇന്ന് നമുക്ക് ബീഫായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വക സ്പെഷ്യൽ ബീഫ് വരട്ടായിക്കോട്ടെ. ബീഫുമ്മ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് വെറുതെ വരട്ടി കൊടുക്കൽ മാത്രമായിരുന്നു എൻ്റെ പണി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയുള്ളിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ വലിയുള്ളി ഉപയോഗിക്കാറില്ല, ചെറിയുള്ളിയാണ് ഒന്നുകൂടി ടേസ്റ്റ്. അങ്ങനെയുള്ള എണ്ണയൊക്കെ ഇതാക്കിയിട്ട് ഞാൻ ചട്ടിയിലെല്ലാം എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇനി എണ്ണ ചോദിക്കരുത് വിചാരിച്ചിട്ടോ
അങ്ങനെ അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും അതേപോലെ ഉള്ളിയും അതുപോലെ കറിവേപ്പില ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാതും കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മളെ പാനിലേക്ക് ഇടുകയാണ്, അല്ലെങ്കിൽ നമ്മളെ ചട്ടിയിലേക്ക് ഇടണം. നന്നായി നൊരണ്ടി കൊടുത്തിട്ട് വേണം നമ്മൾ ചട്ടിയിലിടാൻ, ബിക്കോസ് എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ ചെറുള്ളി മാത്രമാണ് ഞാൻ ഇട്ടോ കേട്ടോ, ബിക്കോസ് കറിവേപ്പില ഇടാൻ സമയമായിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് സോനുപ്പിയുടെ ഗ്രില്ല് പരിപാടി എന്തോ ചെയ്യുന്നുണ്ട്. ഓല് മീൻ പിടിച്ച് വന്നിട്ട് ഓലിന് സ്വന്തമായി ഗ്രില്ല് പരിപാടി ചെയ്യുന്നുണ്ട്. അതിനുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ കിച്ചണിൽ നോക്കുന്നത്. അതായപ്പോൾ തന്നെ നമ്മളെ സാധനമായിട്ടുണ്ട്. ഇനി നമ്മൾ ആ കറി ലീഫ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ വഴറ്റാത്തത് കൊണ്ട് നമ്മൾ ബീഫ് റെഡി ആവാതിരിക്കരുത്. ഇത് അപ്പുറത്തെ കുക്കറിൽ നമ്മൾ ബീഫും വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ പെടുമെന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു ഉമ്മക്ക്. ഞാൻ മാക്സിമം ഉമ്മാനെ പെടുത്തിയിട്ടില്ല. അങ്ങനെ നമ്മളത് കഴിഞ്ഞിട്ട് ടൊമാറ്റോ ഇട്ട വേറൊരു ടേസ്റ്റ് ആക്കണം നമ്മൾ ബീഫ്. അങ്ങനെ അതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം ഇളക്കി കൊടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ ബീഫ് നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് ഇടണം. അവിടെയാണ് നമ്മൾ ഹൈലൈറ്റ്. പിന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ചില്ലി ഉണ്ടല്ലോ അത് നല്ല മിക്സിയിൽ അടിച്ചിട്ടിടുക. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇതൊക്കെ ടിപ്പാണ്. ഇനി എന്നോട് ചോദിക്കാതെ ടിപ്പ് ഇതൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് മാത്രമേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഓക്കെ, ഫൈനലി നമ്മളെ ബീഫ് കൂടെ ഇട്ടപ്പോൾ ഇതിന് പരിപാടി കഴിഞ്ഞു. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, ബീഫിൻ്റെ നമ്മളെ നീരുണ്ടല്ലോ അത് നമ്മൾ ബീഫിൽ ഇങ്ങനെ വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ എക്സാക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് പെപ്പർ പൗഡർ കൂടി ഇട്ടാൽ ഖലാഷായി. അതിൻ്റെ ബാക്കിൽ നമ്മൾ കറി ഒന്നും ഉണ്ടാക്കേണ്ടത് ഫോഗാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത് കറിയുടെ വിസിലടിച്ചതാണ്. കണ്ടോ, നമ്മൾ ബീഫ് നല്ല അടിപൊളിയായി ആയിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് ഈ ബീഫ് കഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല ചോറും പപ്പടും ബീഫും പിന്നെ നല്ല മോരുകറി കൂടി കൂട്ടി കഴിച്ചാൽ ഇന്നത്തെ അടിപൊളി. പിന്നെ കുട്ടികൾക്ക് നെയ്ച്ചോറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു നെയ്ച്ചോറും ബീഫും കഴിച്ചു. ഞാൻ നല്ല ചോറും ബീഫും കഴിച്ചു. ബീഫ് ഞാൻ ഉണ്ടാക്കിയോണ്ടാണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫ് കഴിക്കാം കേട്ടോ. അങ്ങനെ ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുത്തു. എല്ലാവരും കഴിക്കട്ടെ, എൻ്റെ കഴിവ് എല്ലാവരും അറിയട്ടെ വിചാരിച്ചിട്ട്. കണ്ടോ, ഞാൻ ഒന്നും വേസ്റ്റ് ആക്കുന്നില്ല. പിന്നെ ഉപ്പേരി ഉണ്ടായിരുന്നു, അത് മൊബിക്ക് ഉണ്ടാക്കിയതായിരുന്നു. വാട്ടെവർ അതുകൂടി കഴിച്ചിട്ട് നമ്മളെല്ലാം കൂട്ടി കഴിച്ചിട്ട് നമ്മൾ ഉച്ചക്കത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ നമ്മളൊരു ഉറക്കമൊക്കെ പാസ്സാക്കി എണീറ്റപ്പോഴേക്കും നല്ല മഴ കേട്ടോ. ഇപ്പം നല്ല മഴ ടൈം ആയതുകൊണ്ട് എപ്പോഴും മഴയാണെന്നേ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് രാത്രിയായപ്പോൾ നമ്മളാൾക്ക് നല്ല തണുപ്പായി. അങ്ങനെ നമ്മൾ കുട്ടി നല്ല സ്വെറ്ററൊക്കെ ഇട്ട് ആൾ സെറ്റപ്പായി കിടക്കുക. ഇവിടെ എന്താ നടക്കണേ ഏതായൊന്നും ആൾക്കറിയില്ല. ആളെന്നും കാണും ഞാനിങ്ങനെ വീഡിയോ എടുക്കുകയാണോ ഫോട്ടോ എടുക്കുകയാണോ, ഓൻ എന്തായാലും പോസ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ഓനക്ക് തോന്നുന്നുണ്ട് ഇന്നലെ നാളെ ഞാൻ വലിയ സെലിബ്രിറ്റി ആവും, അപ്പോൾ ഇന്നെ പോസ് ചെയ്ത് കൊടുക്കട്ടെ വിചാരിച്ചിട്ട് തോന്നുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കും വിചാരിക്കുന്നുണ്ട് കുട്ടിങ്ങി ഇതിപ്പോൾ നിന്ന് കൊടുത്തതും ഇപ്പോൾ ഈ പെണ്ണ് പോണില്ലല്ലോ എന്നൊക്കെ. ഞാൻ മാക്സിമം വെറുപ്പിക്കാൻ പറ്റുന്നത്ര വെറുപ്പിക്കണ്ട കേട്ടോ കുട്ടികളെ. എന്നാലും നമുക്കൊരു അങ്ങനെ നമ്മൾ പ്രസവിച്ചെടുക്കുന്ന ആൾക്ക് തേക്കുന്ന അതേ സാധനം രാത്രി ഞാനും തേക്കും. ഓള് മാത്രം ഗ്ലോ ആയ പോരല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതും തേച്ചിട്ട് നമ്മൾ കുറേ നേരം വർത്തമാനം പറഞ്ഞിരിക്കും. ഒരു മാസമല്ല ഗൈസ്, സോറി, ഒരു മണിക്കൂറൊക്കെ നമ്മൾ ഇരിക്കുമ്പോഴേക്കും പിന്നെ ഷെബി വരും, ഫുഡ് കഴിക്കും. അങ്ങനെ നമ്മൾ മഞ്ഞളൊക്കെ കഴിച്ചിട്ട് നമ്മളിതാ ഫുഡ് കഴിക്കണം. അപ്പോൾ നമുക്ക് നല്ല ദം റൈസും നല്ല തൈര് അച്ചാറ് ബീഫ് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതാണ്, അതൊക്കെ കഴിക്കാനുണ്ട്. പിന്നെ നമ്മൾ ഷെജു ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ, ചോറും ഒന്നും കഴിക്കത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് അത് ചാടും ചെയ്തപ്പോൾ അത് അടിപൊളി. അങ്ങനെ കണ്ടോ, ഞാൻ എൻ്റെ മഞ്ഞ പോയിൻ്റെ കാര്യം പറയായിരുന്നു. ഞാൻ 2 പ്രാവശ്യം ഫേസ് വാഷ് ഇട്ടിട്ടും എൻ്റെ മുഖത്ത് മഞ്ഞ പോയില്ല. ബട്ട് ഞാൻ ഗ്ലോ ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. എന്താ അതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് എനിക്കറിയില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കുളിച്ചും കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ക്ലെൻസറും അതുപോലെ നമ്മൾ മോയ്സ്ചറൈസറൊക്കെ മുഖത്തിടും. അതാണ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ക്ലെൻസറും മോയ്സ്ചറൈസറും ഒക്കെ സെറ്റാഫിലിൻ്റെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സെറ്റാഫിലുള്ളത്. അങ്ങനെ ആദ്യം നമ്മൾ ക്ലെൻസർ ഇടണം. ക്ലെൻസർ ഞാൻ ആദ്യമൊക്കെ ചെയ്തിരുന്നത് അതിട്ടിട്ട് കഴുകി കളയായിരുന്നു. ബട്ട് അതിൽ തന്നെ ഒരു ഡയറക്ഷൻ ടു യൂസ് എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ നന്നായി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ ബാക്കി ലെഫ്റ്റ് ഓവേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങനെ ടാപ്പ് ചെയ്തിട്ട് നമ്മളെ ടിഷ്യൂ കൊണ്ട് എന്തെങ്കിലും എടുക്കുക എന്നാണ് അവർ പറയുന്നത്. അപ്പം ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഒന്നുകൂടി റിസൾട്ട് ഉണ്ട്. നിങ്ങൾ എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. ക്ലെൻസറൊക്കെ ഇടാൻ കുറേ ടൈം എടുക്കും. ഇതിങ്ങനെ മുഖത്ത് ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ, കയ്യിലുള്ള ഇൻഫെക്ഷനൊക്കെ എനിക്ക് എൻ്റെ മുഖത്ത് എത്തിച്ച് എനിക്ക് പിമ്പിളായി ആകെ അറഞ്ചും പുറഞ്ചും എൻ്റെ മുഖം കേട് വരുത്തണം. അതിനുള്ള പരിപാടിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖത്ത് ക്ലെൻസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് അപ്ലൈ ചെയ്യണം, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അങ്ങനെ അതുകൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി
ഇനി നമ്മൾ കിടക്കാൻ പോവുകയാണ്. ഇത്രയേ ഉള്ളൂ മക്കളെ പരിപാടി. ഇനി കിടന്നുറങ്ങി എന്തായി, നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞു. കൂടുതലായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കരുത്, ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. സോ നമ്മളിനി ബെഡിലൂടെ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ ബൈ ബൈ ഗൈസ്.